നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം നല്ലതാവട്ടെ, നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കട്ടെ, അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാവട്ടെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യും. നമുക്ക് മുൻപിൽ നിരവധി വാർത്തകളുണ്ട്, വിശേഷങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് എത്യോപ്യയിലുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ച് പ്രേക്ഷകർ അറിഞ്ഞു കാണും. ഇന്നലെ രാത്രിയോടുകൂടി ആ വാർത്ത പുറത്തു വന്നിരുന്നു. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലടക്കം വിവിധ രാജ്യങ്ങളിൽ വ്യോമഗതാഗതത്തിന് ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആ വാർത്ത വിശദമായി ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെയിലേക്ക് നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. എത്യോപ്യയിൽ അഗ്നിപർവ്വത സ്ഫോടനം. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ വ്യോമഗതാഗതം പ്രതിസന്ധിയിൽ. ചാരപ്പുക പടർന്നതോടെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. കണ്ണൂർ അബുദാബി വിമാനം അഹമ്മദാബാദിൽ ഇറക്കി. ഡൽഹിയിലും രാജസ്ഥാനിലും പഞ്ചാബിലും മുന്നറിയിപ്പ്. ധ്വജാരോഹണ ചടങ്ങിനൊരുങ്ങി അയോധ്യ. പ്രധാനമന്ത്രി ഇന്ന് പതാക ഉയർത്തും. ചടങ്ങിന് മുന്നോടിയായി മോദിയുടെ റോഡ് ഷോ. സമഗ്ര കവറേജുമായി ന്യൂസ് 18 സംഘം. ശബരിമലയിൽ ഭക്തജന പ്രവാഹം. ദർശനത്തിനെത്തിയവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. സ്പോട്ട് ബുക്കിംഗ് 5000 പേർക്ക് മാത്രം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ എൻ വാസുവിന്റെയും KS ബൈജുവിന്റെയും ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. A പത്മകുമാറിനായി കസ്റ്റഡി അപേക്ഷ നൽകാൻ SIT. നടി ആക്രമിച്ച കേസിൽ വിധി തീയതിയിൽ ഇന്ന് തീരുമാനമായേക്കും. കേസ് വിചാരണ കോടതി പരിഗണിക്കും. പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിൽ. ഗുവാഹത്തി ടെസ്റ്റിൽ പരാജയ ഭീതിയിൽ ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയ്ക്ക് 314 റൺസിന്റെ ലീഡ്. വിശദമായി നോക്കാം. എത്യോപ്യയിലെ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വത സ്ഫോടനം ഇന്ത്യ അടക്കം ലോകത്തെ വിവിധയിടങ്ങളിലെ വ്യോമഗതാഗതത്തെ ബാധിച്ചിരിക്കുകയാണ്. ചാരപ്പുക പടർന്നതോടെ ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലും നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കി. പല വിമാനങ്ങളും റീറൂട്ട് ചെയ്തു. 100 മുതൽ 120 കിലോമീറ്റർ വേഗതയിൽ 15000 മുതൽ 25000 അടി ഉയരത്തിലാണ് ചാരമേഘങ്ങൾ സഞ്ചരിക്കുന്നത്. ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലും രാജസ്ഥാനിലും എത്തിയ ചാരമേഘം ഇന്ന് പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളെയും ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ അഗ്നിപർവ്വത സ്ഫോടനം അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ചാരവും പുകയും ഒക്കെ ഇന്ത്യയിലും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെയാണ് വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. എന്തായാലും ഇന്ത്യയിലടക്കം വലിയ തരത്തിലാണിത് വ്യോമ മേഖലയെ ബാധിച്ചിരുന്നത്. കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമാണ് ഈ എത്യോപ്യ എന്ന് പറയുന്നത്. അവിടെ ഹെയ്ലി ഗുബി എന്ന് പറയുന്ന ഈ ഒരു അഗ്നിപർവ്വതം ഈ ഞായറാഴ്ച ഇങ്ങനെ പൊട്ടുന്നത്, സ്ഫോടനം നടക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും തീർന്നെങ്കിലും അതിൽ നിന്ന് ഉയർന്നു വന്ന പുക, ചാരപ്പുക ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളായ ഏഷ്യ, അതുപോലെ മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വ്യോമഗതാഗതത്തെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ കേരളത്തിൽ നിന്ന് അബുദാബിയിലേക്ക് പോകുന്ന വിമാനം വരെ അഹമ്മദാബാദിൽ ഇറക്കേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പുകപടലങ്ങളാണ് ലോകമെമ്പാടും ലോകത്തെ പ്രധാന പ്രദേശങ്ങളിൽ ചെങ്കടലുമായി ബന്ധപ്പെട്ട് ചെങ്കടലിന് സമീപമുള്ള പ്രദേശങ്ങളിലെല്ലാം ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ 100 കിലോമീറ്റർ മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ വരെയാണ് ഈ ചാരപ്പുക ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അത് 15000 മുതൽ 25000 വരെ അടി ഉയരത്തിലാണ് ഇത് പൊക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യോമഗതാഗതത്തെ, പ്രത്യേകിച്ച്
ഈ ചാരപ്പുകയിൽ ഈ ചാരമുണ്ട്, അതുപോലെ സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്വസനത്തെയും അതുപോലെ നമുക്ക് വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ്, നമ്മുടെ കണ്ണിൽ ചൊറിച്ചിൽ, മൂക്കിൽ ചൊറിച്ചിൽ, തൊണ്ട വേദന തുടങ്ങിയ ശ്വാസകോശത്തിൻ്റെ പ്രശ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുത്താവുന്ന തരത്തിലുള്ള ഒരു വിഷപ്പുകയാണ് ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. അതുപോലെ ഈ വോൾക്കാനിക് ഇറക്ഷൻ, അതായത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില കണ്ണാടി ചില്ലുകൾ, അതുപോലെ ചില പുകപടലങ്ങൾ, പൊടിപടലങ്ങൾ, കല്ലിൻ്റെ കഷ്ണങ്ങൾ, ഇതെല്ലാം ഈ ചാരപ്പുകയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആകാശത്തിൻ്റെ കാഴ്ചയെ ഒരു വലിയ രീതിയിലുള്ള ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വ്യോമഗതാഗതത്തെ വലിയ രീതിയിൽ ഇത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തെ വിവിധയിടങ്ങളിലുള്ള ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനും അതുപോലെ റീറൂട്ട് ചെയ്യാനും ഒക്കെ നിർബന്ധിതരായിരിക്കുകയാണ് നമ്മുടെ ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട എയർലൈൻ കമ്പനികളെല്ലാം. അതുപോലെ DGCA കൃത്യമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അന്തരീക്ഷം കൃത്യമായി വിലയിരുത്തിയ ശേഷം മാത്രം ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും വിമാനങ്ങൾ റീറൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കൃത്യമായി അത്തരത്തിൽ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്യുക. പുതിയ ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യുന്നത് ഈ പുകപടലത്തിൻ്റെ വേഗതയും അതുപോലെ ഇത് നീങ്ങുന്ന രീതിയും അനുസരിച്ച് കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ നേടിയ ശേഷം മാത്രം ഫ്ലൈറ്റുകൾ ചാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് DGCA നൽകുന്നത്. പ്രധാനമായും ഇൻഡിഗോ ഇന്ന് 6 വിമാനങ്ങൾ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആകാശ എയർലൈൻസും ചില ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ ഇപ്പോൾ ഫ്ലൈറ്റുകൾ യാത്ര ചെയ്യാൻ പോകുന്നവർ, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്, കൃത്യമായ മുന്നറിയിപ്പുകൾ നോക്കുക, ഫ്ലൈറ്റിൻ്റെ അലേർട്ടുകൾ നോക്കുക, അത് ഏതെങ്കിലും തരത്തിൽ റീറൂട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായുണ്ട്. അഭിലാഷ, ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള സർവീസ് ഇന്നും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അത് സംബന്ധിച്ച് എന്താണ് നമുക്കറിയാൻ സാധിച്ചത്? കൃത്യമായ രീതിയിൽ ഇപ്പോൾ നിലവിൽ ചില വിമാനങ്ങൾ റീറൂട്ട് ചെയ്യുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഈ ചാരപ്പുകയുടെ സഞ്ചാരം എങ്ങോട്ടാണ്, സഞ്ചാരത്തിൻ്റെ രീതി എങ്ങോട്ടാണ് എന്നുള്ളതനുസരിച്ച് ഇത് കുറയാനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ള കാര്യം, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് ഇത് കൂടുതലായും ഈ ചാരപ്പുക കാണുന്നത്. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യ വഴി രാജ്യത്തിന് പുറത്തേക്ക് പോകുന്ന വിമാനങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകൾ പ്രകാരം DGCA നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും നെടുമ്പാശ്ശേരി അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾ പുറപ്പെടുക. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായ രീതിയിൽ DGCA നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായി ഏതെങ്കിലും തരത്തിൽ ഓക്കെ ആയിട്ടുള്ള വിമാനങ്ങൾ ഒരുപക്ഷെ മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ പുകപടലത്തിൻ്റെ സഞ്ചാരം പ്രകാരം അത് ചിലപ്പോൾ റീറൂട്ട് ചെയ്യാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അത് എല്ലാ വിമാനത്താവളങ്ങൾക്കും ഇന്ത്യയിലെ ആയാലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായാലും എല്ലായിടത്തും ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഒരു സൾഫർ ഡയോക്സൈഡ്, അതായത് ഈ ചാരപ്പുകയുമായി ബന്ധപ്പെട്ട് ചാരപ്പുകയിൽ ഉൾപ്പെട്ടിട്ടുള്ള സൾഫർ ഡയോക്സൈഡ് അമ്ലമഴ ഉണ്ടാക്കാനുള്ള സാധ്യത വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് തുടങ്ങിയിട്ടുള്ള രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ചില നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഇത് അമ്ലമഴ ഇത്തരത്തിൽ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നിലവിൽ ഇത് 15,000 മുതൽ 25,000 അടി മുകളിലായതുകൊണ്ട് തന്നെ സാധാരണ നമ്മളെയൊന്നും ആൾക്കാർക്ക്, സാധാരണ ജനങ്ങളെ ബാധിക്കാനുള്ള സാഹചര്യം നിലവിലില്ല. പക്ഷേ ഇതൊരു അമ്ലമഴയായിട്ടൊക്കെ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ അഭിലാഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലൊക്കെ ഇത് വലിയ തരത്തിൽ ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏറ്റവും പ്രധാനമായി വായുവിന്റെ ഗുണനിലവാരം കുറയാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നൊരുക്കം രാജ്യ തലസ്ഥാനത്തടക്കം എടുത്തിട്ടുണ്ടോ ഇത് സംബന്ധിച്ച്? ഭവ്യ, നമുക്കറിയാം രാജ്യ തലസ്ഥാനത്ത് നിലവിൽ ഈ അമ്ലമഴയും ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഏറ്റവും മോശമായ, ലോകത്ത് തന്നെ ഏറ്റവും മോശമായ രീതിയിൽ വായു നിലവാരമുള്ള ഒരു പ്രദേശമാണ് ഡൽഹി എന്ന് പറയുന്നത്. അവിടെ ഇതിന് പുറമെ ഈ ഇപ്പോഴത്തെ AQIന് പുറമെ 400, 350, 400 ആ ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഈ ഒരു ചാരപ്പുക കൂടി കയറുമ്പോൾ അത് അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ നിലവിലെ പ്രിക്കോഷൻസ് തന്നെ തുടർന്ന് പോകേണ്ട ഒരു അവസ്ഥ വരും. അതിനപ്പുറം എന്തെങ്കിലും വീടിന് പുറത്തിറങ്ങാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമെങ്കിൽ അത്തരത്തിൽ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ലെങ്കിൽ പോലും ചില ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മഹാരാഷ്ട്ര, അതായത് മുംബൈ എയർപോർട്ടിൻ്റെ ചില അവിടുന്ന് ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നത്, മുംബൈ എയർപോർട്ടിൽ നിന്ന് തിരിക്കുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ഡൽഹി അതുപോലെ രാജസ്ഥാൻ തുടങ്ങിയ മേഖലകളിൽ പുകപടലങ്ങളായതിനാൽ അവർക്ക് പാകിസ്ഥാൻ്റെ
പാകിസ്ഥാന്റെ എയർ സ്പേസ് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തിയിരിക്കുന്നു. പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ എയർ റൂട്ടിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന ചില വിമാനങ്ങൾക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഇപ്പോൾ നിലവിൽ അവർ ഇവിടുത്തെ സാഹചര്യം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന മണിക്കൂറുകളിൽ എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് കണ്ടെത്തും എന്ന് തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. ഭവ്യ, അഭിലാഷ്, നമുക്കറിയാം 12,000 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ അഗ്നിപർവ്വത അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്ന റിപ്പോർട്ടുകളാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സമീപ പ്രദേശങ്ങൾ മുഴുവൻ ചാരത്തിൽ മൂടി എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. അവിടെ പലയിടങ്ങളിലും ചെറിയ തരത്തിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. നിലവിലെ അവിടുത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോൾ എത്യോപ്യയെ സംബന്ധിച്ച് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഈ അഗ്നിപർവ്വത സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രകമ്പനങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് അവസാനിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രധാനമായും പ്രശ്നം ചാരപ്പുകയാണ്. ഈ ചാരപ്പുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ കണ്ണാടി ചില്ലുകളും അതുപോലെ കല്ലിൻ്റെ കഷ്ണങ്ങളും സൾഫർ ഡയോക്സൈഡ് അതുപോലെ ഈ ചാരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ചേർന്നിട്ടുള്ള കറുത്ത പുകയാണ് ഈ പ്രദേശങ്ങളിൽ. അതായത് ഈ എത്യോപ്യയിൽ ഉണ്ടായതാണെങ്കിലും അത് ഏഷ്യൻ രാജ്യങ്ങളെയും മിഡിൽ ഈസ്റ്റിനെയുമാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. യമൻ, ഒമാൻ, അബുദാബി അതുപോലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ എല്ലായിടത്തും അവരുടെ അതായത് വ്യോമഗതാഗതത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. 12,000 വർഷങ്ങൾ കഴിഞ്ഞ 12,000 വർഷത്തിൽ ഈ ഒരു ഹെയ്ലി ഗുബി എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിന് പൊട്ടിത്തെറിച്ചതായിട്ടുള്ളതിന് രേഖകളില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു വോൾക്കാനിക് ഇറപ്ഷൻ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. അത് കൃത്യമായി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഞായറാഴ്ച 23-ാം തീയതി ഇത്തരത്തിൽ ഇത് വലിയ പ്രകമ്പനത്തോടെ പൊട്ടിത്തെറിച്ച ശേഷം ഈ പ്രദേശത്ത് എത്യോപ്യ എന്ന് പറയുന്നത് ലോകത്ത് ആഫ്രിക്കൻ കൺട്രിയാണ്. ആഫ്രിക്കൻ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജനവാസങ്ങളുള്ള 2ാം സ്ഥാനമാണ് ഈ എത്യോപ്യയ്ക്ക്. അപ്പോൾ പക്ഷേ പ്രധാനമായും ഈ അഗ്നിപർവ്വതവുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കും പരിക്കുകളോ മറ്റ് സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് ചെങ്കടലുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആഘാതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, പ്രത്യേകിച്ച് വ്യോമഗതാഗതത്തിൽ. ഇനിയിപ്പോൾ ഈ പുകയെല്ലാം പടർന്ന് അതിൻ്റെ ഒരു ശമനമാകുന്ന സമയത്തായിരിക്കും ഇതിലെ ഈ സൾഫർ ഡയോക്സൈഡ് എല്ലാം കൂടെ തിരിച്ച് പെയ്തിറങ്ങാൻ പോകുന്നത് എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടി മറ്റ് രാജ്യങ്ങളും അതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും എല്ലാം മുന്നിൽ കാണുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചില നിർദ്ദേശങ്ങളുമെല്ലാം വരുന്ന മണിക്കൂറുകളിൽ തന്നെ വരും. എന്തായാലും നിലവിൽ നിരവധി ഇൻഡിഗോ ആകാശ എയർലൈൻസ് അടക്കമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള വിമാനങ്ങൾ വരെ റദ്ദാക്കേണ്ടതോ റീറൂട്ട് ചെയ്യേണ്ടതോ തിരിച്ചിറക്കേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കാരണം അത്ര വലിയ രീതിയിലുള്ള പുകയാണ് ഇപ്പോൾ ആകാശത്ത് പടർന്നിരിക്കുന്നത്. വിമാനത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള കാഴ്ച തടസ്സപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പല വിമാനങ്ങളും റീറൂട്ട് ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ എയർ സ്പേസിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ ഈ എത്യോപ്യയിലെ വോൾക്കാനിക് ഇറപ്ഷൻ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ആ ഒരു പാകിസ്ഥാൻ എയർ സ്പേസ് നമുക്കായി തുറന്നു നൽകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതിൽ അങ്ങനെ തുറന്നു നൽകുമെന്നൊരു പ്രതീക്ഷ തത്കാലം നമുക്ക് വേണ്ട. എന്നിരുന്നാൽ പോലും അതിനൊരു പോംവഴി എന്നുള്ള കാര്യം DGCA അടക്കമുള്ള DGCAയും അതുപോലെ വിമാന കമ്പനികളും എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം നിരവധി വിമാനങ്ങൾ റീറൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് പുറപ്പെടും മുൻപ് കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ യാത്രയ്ക്ക് ഒരുങ്ങാവൂ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. അത് മാത്രമല്ല, നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ ഇന്നും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി 11:30 ദുബായിലേക്ക് പുറപ്പെടേണ്ട സ്പൈസ് ജെറ്റ് വിമാനം സർവീസും ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സമയം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷമേ പ്രേക്ഷകർ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ അതിന് തയ്യാറാകാവൂ എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്. നമ്മളിനി നേരെ അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ ഇന്ന് ധ്വജാരോഹണം. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് വിളംബരം ചെയ്യുന്ന ധ്വജാരോഹണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-നും 1 മണിക്കും ഇടയിലാണ് ചടങ്ങ്. ഇതിനു മുൻപായി അയോധ്യയിൽ മോദി റോഡ് ഷോ നടത്തും. രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകും അയോധ്യയിൽ നിന്ന് തത്സമയം വിവരങ്ങൾ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും വിശ്വാസികൾ കാത്തിരുന്ന ആ ഒരു ദിവസം ഇന്നാണ്.
നാളെ മുതൽ ഏറ്റവും പ്രധാനമായി രാമക്ഷേത്രം മുഴുവനായി വിശ്വാസികൾക്ക് വിട്ടു നൽകും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് ദർശനത്തിന് നാളെ മുതൽ പൂർണ്ണമായും ആ ക്ഷേത്രം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇന്നെന്തായാലും ധ്വജാരോഹണ ചടങ്ങ് നടക്കുകയാണ്. ചടങ്ങ് എപ്പോഴത്തേക്കാണ്, അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഭവ്യ, ഏറെ ഭക്തി നിർഭരമായ ഒരു പ്രഭാതത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലോ കാണാം. നമുക്കിപ്പോൾ ഇവിടെ വലിയ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ അയോധ്യയുടെ ഓരോ വഴികളും, ഇപ്പോൾ രാംപഥിലാണ് ഞാനുള്ളത്, ഈ അയോധ്യയുടെ ഓരോ വഴികളിലേക്കും ലക്ഷോപലക്ഷം ആളുകൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ്. വലിയ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവിടെ. അവർക്കൊക്കെ എല്ലാവർക്കും ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് കടക്കാൻ സാധിക്കില്ല. കാരണം ക്ഷണിക്കപ്പെട്ട ഏതാണ്ട് 7000 ആളുകൾക്ക് മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിൽ ഇന്ന് പ്രവേശനം ഉണ്ടാകുക. രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോകുന്ന സമയം വരെ, ഏതാണ്ട് ഉച്ചവരെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. നമുക്ക് ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക്, ക്യാമറകൾക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് ഒരു 300-400 മീറ്റർ അകലെ മാത്രമാണ്, ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നിന്ന് ഒരു 400 മീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല. ആളുകൾ എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ ഇല്ലാത്ത തരത്തിലുള്ള വലിയ നിയന്ത്രണങ്ങൾ ഇന്ന് പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിൽക്കുന്ന പ്രദേശം വരെ മാത്രമാണ് നമുക്ക് പ്രവേശനമുള്ളത്. അതിനുശേഷം ശക്തമായ കർശനമായ പരിശോധനകളുടെ പാസുകൾ കൂടി നോക്കി മാത്രമാണ് അങ്ങോട്ടേക്കുള്ള ആളുകളെ കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയുന്നത്. ഏതായാലും ഏതാണ്ട് 11:30 മണിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ക്ഷേത്രത്തിന് ഒരു 3 കിലോമീറ്റർ അകലെയുള്ള സാകേത് എന്ന ഒരു PG കോളേജ് ഉണ്ട്. ഈ സാകേത് കോളേജിലുള്ള പ്രത്യേകം തയ്യാറാക്കിയ ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അതിനുശേഷം അദ്ദേഹത്തിന്റെ റോഡ് ഷോ, അത് 2-2.5 കിലോമീറ്റർ നീളുന്ന ഒരു റോഡ് ഷോ ഉണ്ടാകും. ആദ്യം അദ്ദേഹം വരുന്നത് ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയുള്ള ഹനുമാൻ മന്ദിറിലാണ്. ഹനുമാൻ ഗർഹി എന്നറിയപ്പെടുന്ന ഹനുമാന്റെ വലിയ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ എത്തി ദർശനം നടത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം പ്രധാനമന്ത്രി അയോധ്യ ക്ഷേത്രത്തിലെത്തി രാംലല്ലയെ തൊഴുത് പ്രാർത്ഥിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുക. ഏതാണ്ട് 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് ഈ ചടങ്ങ്. ധ്വജാരോഹണം എന്ന അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അതായത് 2020 ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്നു. 2024 ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാൺപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ അതിന്റെ ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം, അതായത് 5 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം 3 നിലകളും പൂർത്തീകരിക്കുന്നു. ഇന്നലെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറിയിരുന്നു. നമ്മൾ ദർശനത്തിനായി പോയതാണ്. അതിമനോഹരമായ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് പ്രധാനമന്ത്രി പോയതിനു ശേഷം എത്തിക്കാൻ സാധിച്ചേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്രത്തോളം അതിമനോഹരമായ രീതിയിൽ എല്ലാ വാസ്തുശില്പ കലകളും ചേർത്ത് വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി, വലിയൊരു ക്ഷേത്രമായി അതിനെ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിർമ്മാണത്തിന്റെ ഏതാണ്ട് 98% മാത്രമാണ് പൂർത്തിയായത് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ബാക്കിയുണ്ട് എങ്കിലും ക്ഷേത്രത്തിനകത്തുള്ള നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാകുന്നു. ഉപദേവതകളുടെ പ്രതിഷ്ഠകളെല്ലാം പൂർത്തിയാക്കുന്നു. കലശപൂജയോടുകൂടി ആ ചടങ്ങുകൾക്ക് പ്രൗഢഗംഭീരമായ രീതിയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നു. ഇന്നിപ്പോൾ ഏതാണ്ടൊരു 12 മണിക്കും 1 മണിക്കും ഇടയ്ക്കാണ് പ്രധാനമന്ത്രി ഈ ചടങ്ങ് നിർവഹിക്കുക. പ്രധാനപ്പെട്ട അതിഥികളായി ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ, MS ധോണി, ഒപ്പം അമിതാഭ് ബച്ചൻ എന്നിവർ VIP-കളായി എത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ക്ഷണിക്കപ്പെട്ട 7000-ഓളം വിവിധ മേഖലകളിലുള്ള 7000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രൗഢഗംഭീരമായ ചടങ്ങായിരിക്കും ഇവിടെ നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനങ്ങൾ പോലും പരിമിതമായി മാത്രം, അതായത് പാസുള്ള അമ്പലത്തിലെ കാര്യങ്ങൾക്ക് പോകാൻ മാത്രമുള്ള വാഹനങ്ങൾ മാത്രമാണ് പരിമിതമായി കടത്തിവിടുന്നത്. വാഹനങ്ങളൊക്കെ ഏതാണ്ട് 1/2 കിലോമീറ്റർ മുൻപ് തടഞ്ഞ് ഇട്ട് ആളുകൾക്ക് നടന്നു പോകാം. പാസ്സുള്ളവർക്ക് അത് വളരെ കൃത്യമായി പാസ് വേണം. പാസ്സുള്ളവർക്ക് നടന്നു പോകാം എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ധ്വജാരോഹണമെന്ന ഭാരതം കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ്. ആ സമയത്ത് അത്രയും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും മറ്റും ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഇവിടെയും ഈ എല്ലായിടത്തും എല്ലാ പ്രദേശങ്ങളും ജയ് ശ്രീറാം വിളി മുഖരിതമാവുകയാണ്. ജയ് ശ്രീറാം വിളിയാണ് ഇപ്പോൾ എല്ലാ പ്രദേശവും. നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാം. സന്യാസിമാർ, ആചാര്യന്മാർ അടക്കം അനവധി ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയും അവരൊക്കെ ദർശനത്തിനായി ഈ പരിപാടിയിൽ പങ്കെടുക്കാനും മറ്റുമായി എത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടക കേന്ദ്രമായി അയോധ്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ പ്രത്യേകത. ശുചിത്വമുള്ള ഒരു നഗരം, പ്രശാന്ത സുന്ദരമായ ഒരു നഗരം, ഒരുപാട് വികസനങ്ങൾ കടന്നു വരുന്ന ഒരു നഗരം. അങ്ങനെ UP-യുടെ ചരിത്രത്തിൽ
ലോകത്തിന് തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു എന്താണ് ഒരു തീർത്ഥാടന നഗരമായി, ഒരു തീർത്ഥാടക ടൂറിസം കേന്ദ്രമായി അയോധ്യ മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കർശന നിയന്ത്രണങ്ങളോടുകൂടി ആളുകളെ കയറ്റിവിടുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് 3 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇവിടെ ചിലവിടും, അയോധ്യ ക്ഷേത്രത്തിൽ ചിലവിടുമെന്നാണ്. അതായത് 11:30 വന്നാൽ ഏതാണ്ട് 2:30-3 മണിക്ക് ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നിർമ്മാണ തൊഴിലാളികളെ പ്രധാനമന്ത്രി കാണുന്നുണ്ട്. ഒപ്പം എഞ്ചിനീയർമാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായും ആചാര്യന്മാരുമായും പ്രധാനമന്ത്രി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ഒരു വലിയ ചടങ്ങായി ഈ ധ്വജാരോഹണം മാറുകയാണ്. ഭവ്യ, രഞ്ജിത്ത, നമുക്കറിയാം BJPയുടെ പ്രകടന പത്രികയിലെ അല്ലെങ്കിൽ എപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അയോധ്യയുടെ പൂർത്തീകരണം, അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുമെന്നുള്ളത്. അതാണിപ്പോൾ പൂർത്തിയാകുന്നത്. പൂർണ്ണമായും നാളെ മുതൽ ക്ഷേത്രം വിശ്വാസികൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് BJPയെ സംബന്ധിച്ച്, പ്രധാനമന്ത്രിയെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ വിജയം കൂടിയായി കണക്കാക്കും. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പല തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ അയോധ്യ ഒരു പ്രധാന വിഷയമായി ഉയരുമെന്ന കാര്യത്തിലും സംശയമില്ല, അല്ലേ? തീർച്ചയായും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ വലിയൊരു കൂറ്റൻ ഫ്ലക്സിന്റെ ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഫ്ലക്സുകളിലും, ഇവിടുത്തെ എല്ലാ പോസ്റ്ററുകളിലും ബാനറുകളിലുമുള്ള മുഖ്യ ആൾ എന്നുള്ളതാണ്. അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇവിടെ എല്ലാ പരിപാടികളും. പ്രശ്നത അവിടോട്ട് നോക്കിയാൽ അവിടെയും ചെറിയ ഫ്ലക്സുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പോസ്റ്ററുകൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മോദിയുടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ആളുകളെ മനസ്സിലാക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട്, അതായത് കേന്ദ്ര ബിന്ദു നരേന്ദ്രമോദി തന്നെയാണ്. നമുക്കറിയാം പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് നരേന്ദ്രമോദിയാണ്. ഇപ്പോൾ അതിനുശേഷം ധ്വജാരോഹണ സമയത്തും അദ്ദേഹം തന്നെ മുഖ്യാതിഥിയായി വരുന്നു. തൊട്ടപ്പുറത്ത് RSSന്റെ സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്തിന്റെ പടം വെച്ചുള്ള ഫ്ലക്സുകളും അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ അതിലൊക്കെ പ്രാധാന്യത്തോടു കൂടി തന്നെ നരേന്ദ്രമോദിയെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മോഹൻ ഭാഗവതും ശ്രീ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഒക്കെ ഈ ചടങ്ങിന്റെ വലിയ ഭാഗമായി മാറുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെ രാഷ്ട്രീയമായി കൂടി അയോധ്യ വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷേ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഈ മണ്ഡലത്തിൽ BJPക്ക് പരാജയം സംഭവിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരം പരിപാടികൾക്കുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ വരുന്ന ആളോടൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും യോഗിയുടെയും മോദിയുടെയും കാര്യം മാത്രമാണ് പറയാനുള്ളത്. യോഗിജിയും മോദിജിയും ചേർന്നാണ് അയോധ്യ ഈ തരത്തിൽ എത്തിച്ചത് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. വളരെ മനോഹരമായി നമ്മൾക്ക് 2 വർഷം മുമ്പ് വരുമ്പോഴുള്ള ഒരു അയോധ്യ അല്ല ഇത്. ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നു, ബാങ്കുകൾ വരുന്നു, ATM വരുന്നു, ഹോട്ടലുകൾ വരുന്നു, വലിയ വലിയ ഇന്നിപ്പോൾ ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി പോയതിനു ശേഷമായിരിക്കും തുറക്കാനുള്ള അനുവാദം. പക്ഷെ അങ്ങനെ ഒരു ചെറിയ ഗ്രാമപ്രദേശം എന്നതിൽ നിന്ന് മാറി വലിയൊരു പട്ടണമായി അയോധ്യ മാറുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞതുപോലെ ഭവ്യ 2 ലക്ഷം പേര് ഒരു ദിവസം വന്നു പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ എത്രത്തോളം അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ഉണ്ടാകണം എന്നതുകൂടി ചേർത്ത് വെക്കണം. അത്രത്തോളം വികസനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം എത്തിച്ചുകൊണ്ട് തന്നെയാണ് UP സർക്കാർ അയോധ്യയെ കാണുന്നത്. യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. അങ്ങനെ എല്ലാ തരത്തിലും ഒരു അയോധ്യ എന്ന വലിയ ഒരു നഗരമായി ഇത് മാറുന്നു, തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഈ ധ്വജാരോഹണം കഴിയുന്നതോടുകൂടി ക്ഷേത്രം പൂർത്തീകരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ എന്നുള്ള UP സർക്കാരിന്റെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഗ്ദാനം അതേതാണ്ട് പൂർണ്ണമാകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി തന്നെയാണ് UP സർക്കാർ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ചടങ്ങ് നടത്തുന്നതും. ഏതാണ്ട് 70-70.5 ഏക്കറിൽ ഉള്ള ഒരു വലിയ ക്ഷേത്രം, അതിൽ 2.5 ഏക്കർ 70 ഏക്കർ മുഴുവനുള്ള ക്ഷേത്രം, അതിൽ 2.5 ഏക്കറിൽ മാത്രമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 3 നിലകളായി ഏതാണ്ട് 191 അടി ഉയരത്തിൽ ധ്വജപ്രതിഷ്ഠ അല്ലെങ്കിൽ ധ്വജാരോഹണം നടത്തുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ വലിയ ചടങ്ങ്, ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിലേക്കും ഏറ്റവും വലിയ ഒരു ചടങ്ങായി ഇതിനെ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളുമുണ്ട്. നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ടാകും. 2.5 കിലോമീറ്ററോളം ഈ റോഡ് ഷോ കടന്നു. അതാണ് രഞ്ജിത്ത്, ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലം നമുക്ക് മുൻപിലുണ്ട്. സ്വാഭാവികമായും അന്ന് മുതൽ അയോധ്യയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, സുരക്ഷ കൂട്ടിയ സാഹചര്യം നമ്മൾക്കറിയാം. അപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു, പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുന്നു. അതൊക്കെ ഈ അയോധ്യ രാഷ്ട്രീയം കൂടിയാക്കുന്നു എന്നത് കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ ഡൽഹിയുടെ പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ കനത്ത പഴുതടച്ച സുരക്ഷ, അല്ലേ?
അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ, ഇന്നലെ മുതൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ATS ആന്റി ടെറർ സ്ക്വാഡ് ഈ അയോധ്യ ക്ഷേത്രത്തിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ സാന്നിധ്യം ക്ഷേത്രത്തിന്റെ പരിസരത്ത് എല്ലായിടത്തുമുണ്ട്. പുറത്ത് ഹനുമാൻ മന്ദിറിലും അവരുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ATSന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷയുണ്ട്. മറ്റൊന്ന്, കേന്ദ്രസേന, CRPF അടക്കമുള്ള ആളുകൾ അയോധ്യ നഗരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് UP പോലീസാണ്. അങ്ങനെ ഒരു 3 ടയർ സിസ്റ്റമാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊക്കെ ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പാസ് ഉണ്ട്. ഈ അയോധ്യ ക്ഷേത്രത്തിനകത്ത് പോലും കയറി പോകാവുന്ന പാസ് അവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വാഗ്ദാനമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, ഈ പാസ് കൊണ്ട് നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം. പക്ഷേ അത് പൂർണ്ണമായും ഇന്ന് നിയന്ത്രിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൂർണ്ണമായും അത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കും മറ്റാൾക്കൊന്നും അകത്തേക്ക് പ്രവേശനമില്ല. ചോദിക്കുമ്പോൾ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ എന്ന് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അതുതന്നെയാണ് പ്രധാനം. അങ്ങനെ അത്രത്തോളം വളരെ കൃത്യമായി, വളരെ ആസൂത്രണത്തോടുകൂടി ചിട്ടയായുള്ള ഒരു സുരക്ഷാ ക്രമീകരണമുണ്ട്. അതിൽ ആർക്കും ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഒരു ചെറിയ പിഴവ് പോലും രാജ്യത്തെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അയോധ്യ വളരെ തന്ത്രപ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. പല ലക്ഷ്യങ്ങളും അയോധ്യയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാകുമെന്ന് കേന്ദ്രം ഒരുപക്ഷെ അത്തരത്തിൽ ഭയപ്പെടുന്നുണ്ടാകും. ആ സാഹചര്യത്തിൽ കൂടി വലിയ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നെയാണ് ഈ ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. അത് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഈ നിരത്തുകളിൽ ഇറങ്ങാനുള്ള അത്തരത്തിലുള്ള അനുവാദമില്ല എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഭവ്യ. അങ്ങനെ ഓരോ തലത്തിലുമുള്ള പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ, ക്രമീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ധ്വജാരോഹണത്തിന് അയോധ്യ ഒരുങ്ങിയ ഒരു സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ഭവ്യ. 2020 ഓഗസ്റ്റ് 5-നാണ് ഔദ്യോഗികമായി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2024 ജനുവരിയിലാണ് നമുക്കറിയുന്നത് പോലെ രാമവിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചത്. എന്തായാലും പ്രതിഷ്ഠാ ചടങ്ങ് നമ്മളൊക്കെ കണ്ടതാണ്. വലിയ ആഡംബരത്തോടുകൂടി ഗംഭീരമായി നടത്തി. ഇപ്പോഴിതാ രാമക്ഷേത്രത്തിനും അനുബന്ധ വികസന പദ്ധതികൾക്കുമായി ഇതുവരെ 2150 കോടി രൂപയിലധികം നിക്ഷേപം അയോധ്യയിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2020 60 ലക്ഷം ഭക്തരാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയത്. 2025 ജനുവരി മുതൽ ജൂൺ വരെ മാത്രം 23 കോടി വിനോദസഞ്ചാരികൾ അയോധ്യ നഗരത്തിലെത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഡിസംബറോട് കൂടി ഇത് 50 കോടി കവിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയ ഒരു, രഞ്ജിത്തൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ടൂറിസം, രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ടൂറിസം സാധ്യത കൂടിയാണ് അയോധ്യ തുറന്നിടുന്നത് എന്നതുകൂടി പറയേണ്ടതാണ്. ഇനി ഏറെ പ്രത്യേകതകളാണ് ഇത്തരത്തിൽ രാമക്ഷേത്ര ഗോപുരത്തിൽ ഉയർത്തുന്ന പതാകയ്ക്ക് ഉള്ളത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഹമ്മദാബാദിൽ നിന്നുള്ള വിദഗ്ധരാണ് ഈ പതാക നിർമ്മിച്ചത്. 3 വർഷമാണ് ഈ പതാകയുടെ ആയുസ്. സൂര്യപ്രകാശം, അതിശക്തമായ മഴ, ഇടിമിന്നൽ, കാറ്റ് എന്നിവയെ ചെറുക്കുന്ന പാരച്യൂട്ട് മാതൃകയിലുള്ള തുണിയാണ് പതാക നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2.5 കിലോഗ്രാം ഭാരം വരുന്ന പതാകയുടെ ആയുസ് 3 വർഷമാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള അതിവിദഗ്ധരായ ഡിസൈനർമാരാണ് ഈ പ്രത്യേക പതാക നിർമ്മിച്ചിരിക്കുന്നത്. കാൺപൂരിൽ നിന്നുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ കോറുള്ള പുറത്തേക്ക് നൈലോൺ നൂലുള്ള കയറാണ് പതാക ഉയർത്താൻ ഉപയോഗിച്ചിരിക്കുന്നത്. പതാക നിർമ്മിച്ചിരിക്കുന്ന തുണിക്ക് 200 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെയും അതിജീവിക്കാൻ കഴിയും. ശക്തമായ കാറ്റിലും പതാക കീറില്ല, പാറിപ്പറക്കും. പതാകയുടെ നിയന്ത്രണത്തിന് ക്ഷേത്രത്തിൽ തന്നെ പ്രത്യേക സാങ്കേതിക വിദ്യ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപയോഗിച്ചായിരിക്കും നിയന്ത്രണം. ഭാവിയിൽ പതാക മാറ്റേണ്ടി വന്നാൽ ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറ്റിയെടുക്കാനും സാധിക്കും. 191 അടി ഉയരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പതാക സ്ഥാപിക്കുന്നത്. അതിശക്തമായ സുരക്ഷാ വലയത്തിലുമാണ് അയോധ്യ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. അയോധ്യ ക്ഷേത്രം വികസിച്ചതോടെ രാംലല്ലയ്ക്ക് കാലങ്ങളായി പാൻ നൽകുന്ന ആളുകളുടെയും ജാതകം തെളിഞ്ഞു. രാംലല്ലയ്ക്ക് കഴിഞ്ഞ 80 വർഷമായി പാൻ നൽകുന്നത് ദീപകുമാർ ചൗരസിയുടെ കുടുംബമാണ്. വികസനം വന്നതോടെ ദീപയും സന്തോഷത്തിലാണ്. 2 വർഷം മുൻപ്, അതായത് ഈ പ്രാൺ പ്രതിഷ്ഠയുടെ സമയത്ത് ന്യൂസ് 18-ലൂടെ അതിന്റെ വിശേഷങ്ങൾ കണ്ട നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഈ കടയും മറക്കാനാവില്ല. കാരണം ഇത് രാംലല്ല കാ പാൻ കാ ദുഖാൻ എന്ന് പറഞ്ഞ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ അതിനെ കൊടുത്തിരുന്നു. ഇപ്പോൾ അയോധ്യയിൽ എന്ത് തരത്തിലുള്ള പുരോഗതി ഉണ്ടായോ അതിന്റെ പ്രതിഫലനം ഈ ഷോപ്പിലുമുണ്ട്. ഇതിപ്പോൾ പുതിയൊരു കടയായിരിക്കുന്നു, ഒരുപാട് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മറ്റൊരു സ്ഥാപനം ഇതിനപ്പുറത്ത് തന്നെ അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. അത് ലഡു പ്രസാദം വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനവും തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അയോധ്യയിലെ പുരോഗതി രാംലല്ലയുടെ പ്രസാദമായ പാൻ വിൽക്കുന്ന ഷോപ്പിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കൈസേ ഭായ് സാബ്, 2 साल के पहले मिला है?
जय श्री राम। 2 साल पहले आप जब आए थे तब प्राण प्रतिष्ठा का कार्यक्रम चल रहा था और इस समय जब आए हुए तो ध्वजारोहण का कार्यक्रम चलने वाला है। दुकान बड़ा हो गया। जी सर, सब राम जी की इच्छा है। सब खुशी है, क्या बात है। जी बढ़िया, सब तो बढ़िया। ये दुकान बड़ा हो गया, आपका पान के लिए भी थोड़ा स्पेशलिटीज हो गया ना। जी सर। क्या क्या बना के दिखा दो, क्या क्या हो गया है। जी, जो रामलला का भोग जाता है, अभी मैं मंदिर से ही लौट के आया हूँ भोग पहुँचा के। कल का कार्यक्रम बहुत खास है, तो कल के प्रोग्राम के लिए अभी रिहर्सल होना है वहाँ पे। तो हमने कल के लिए बहुत पान जाता है, कितना पान देता है। अभी जो डेली रूटीन में जाता है रामलला को 101 पान का बीड़ा जाता है नीचे, और राम दरबार में 51 पान का बीड़ा जाता है, जो 12 बजे भगवान को भोग लगता है, राजभोग लगता है। अच्छा, बिना के दिखा दो, कोई नया वाला स्पेशलिटीज होगा वो हमको दिखा दो। ये 2 साल में कोई डिफरेंस होगा ना। रामलला को बाल अवस्था में है तो उनको मीठा पान ही जाता है। मीठा पान, जी, जी। मीठा पान चाहिए, वो बनाता है। അതായത് മീഠാപ്പാൻ, അതായത് രാംലയിലേക്ക് ഇവിടെ നിന്ന് ദിവസവും ഒരു 101 പാനുകൾ എത്തിക്കാറുണ്ട്. രാംലയിലേക്ക് പാൻ വളരെ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു 10-80 വർഷമായി ഇദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ മുതൽ, അപ്പുപ്പൻ മുതൽ അച്ഛൻ, പിന്നീട് ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് രാംലല്ലയുടെ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. അങ്ങോട്ടേക്കൊക്കെയുള്ള പാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഷോപ്പ് കൂടിയാണ് ഇത്. എല്ലാ ദിവസവും 101 പാനുകൾ വളരെ കൃത്യമായി രാംലല്ലയ്ക്ക് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് പരമ്പരാഗതമായി അവർക്ക് ലഭിക്കുന്ന ഒരു അവകാശം കൂടിയാണ്. അതിപ്പോൾ വളരെ മനോഹരമായി ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന്റെ കൂട്ടുകളൊക്കെ ഒന്ന് കാണുക. മീഠാപ്പാനാണ് കേട്ടോ, മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ലഹരിയുള്ള പാനൊന്നുമല്ല, മധുരമുള്ള. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപക്ഷെ ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും കാണില്ല, അവിടെ മീഠാപ്പാൻ ഉണ്ടാകും. മീഠാപ്പാൻ നിർമ്മിച്ച് നമുക്ക് കൂടി ഒന്ന് രുചിക്കാൻ വേണ്ടി തരികയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം ഏറ്റവും മനോഹരമായി ബിസിനസ് നടത്തുന്നു. തൊട്ടപ്പുറത്ത് മറ്റൊരു ഷോപ്പ് കൂടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം രാംലല്ലയുടെ അനുഗ്രഹമാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് ഒട്ടും സംശയമില്ല. കാരണം തന്റെ പിതാക്കന്മാർ, തന്റെ കാരണവർമ്മ തുടങ്ങിയ ഒരു ഷോപ്പ് അത് കുറച്ചുകൂടി ഭംഗിയോടുകൂടി നടത്തുന്നു. ഇതൊക്കെയാ ഭയ്യ गुलकंद, गुलकंद वो क्या? ये गुलाब की पंखुड़ी का बनता है गुलकंद। गुलकंद, इसमें शुगर होता है और गुलाब होता है। गुलाब जी, और मीठे के लिए मीठा है, मीठा पान जो रामलला को हम देते हैं वही आपको सेम दे रहे हैं। സെയിം देता है. ഓ अच्छा. അത് രാംലല്ലയ്ക്ക് കൊടുക്കുന്ന അതേ പാൻ തന്നെയാണ് കേട്ടോ നമുക്കും തരുന്നത്. അത് കുറച്ച് നല്ല മധുരമൊക്കെ ചേർത്ത് മനോഹരമായി തന്നെ നിർമ്മിച്ചാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഇത് കഴിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. പ്രസാദമായതുകൊണ്ട് തന്നെ അതിന്റെ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. और क्या क्या इसमें कितना इंग्रेडिएंट्स होगा? रामलला की अवस्था 5 वर्ष की है, तो उनको बाल अवस्था में हमने स्वीट पान उनको खिलाते हैं। खिलाता है, ठीक है। इसमें लौंग रहता है, इलायची रहता है, सौंफ रहता है, गरी रहता है। ओके. ठीक है। मीठे सौंफ होता है, ये करौंदा तो हो गया, होता है। ये तो हो गया. जी, अभी और एक और ഒരുപാട് വിഭവങ്ങൾ ചേർന്ന ഒന്നുകൂടിയാണ് ഈ പാൻ. എവിടെ ഓർക്കണം, ദാ ഇപ്പോൾ നമുക്ക് മനസ്സിലാകും. നല്ല ഇത്രയധികം വിഭവങ്ങൾ. हो गया, क्लोव, लौंग, हाँ. इलायची हो गया। എന്തായാലും അല്പസമയം എടുത്ത് തയ്യാറാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനിയിപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതിൽ. നമുക്ക് ഇതിലേക്ക് പേര് ഓക്കെ ശരി. അതപ്പോൾ നമുക്ക് जी सर। ഓക്കെ. ഓ ഇങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണം. उसको रखना नहीं है सर, आपको दे दें। നോക്കൂ, അടിപൊളി. ഇതാണ് രാംലല്ല കാ പാൻ. രാംലല്ലയുടെ പാനാണ്. അപ്പോൾ നമുക്കിത് അന്ന് കഴിച്ചതുപോലെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. ऐसा ही खाता है ना भैया? हाँ. സൂപ്പർ, നല്ല മധുരം. രഞ്ജിത്ത് എന്തായാലും പാനൊക്കെ കഴിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത് രാമേന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് അയോധ്യയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചത്. നമ്മൾ ഇനി നേരെ സന്നിധാനത്തേക്കാണ്, ഇങ്ങ് ശബരിമലയിലേക്കാണ്. സന്നിധാനത്ത് ദർശനത്തിനെത്തിയവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. മണ്ഡലകാലം
തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് ഒരു ദിവസം തീർത്ഥാടകരുടെ എണ്ണം 1,00,000-ന് മുകളിലെത്തുന്നത്. ഇന്ന് സ്പോട്ട് ബുക്കിംഗിലൂടെ ദർശനം അനുവദിക്കുന്നവരുടെ എണ്ണം 5,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. BV വിനോദുണ്ട് സന്നിധാനത്ത്. വിനോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെയാണ് ഈ തീർത്ഥാടന കാലം തുടങ്ങിയതിനു ശേഷം 1,00,000-ഓളം ആളുകൾ ഒരു ദിവസം ശബരിമലയിൽ എത്തുന്നത്. ഇപ്പോൾ ഇന്നലെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നെന്തായാലും സ്പോട്ട് ബുക്കിംഗ് കുറച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഭവ്യ, അങ്ങനെ തന്നെയാണ്. ആദ്യമായി തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം 1,00,000-ന് മുകളിലേക്ക് ശബരിമല കയറിയ തീർത്ഥാടകരുടെ എണ്ണം എത്തുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 1,18,000 ഭക്തരാണ് സന്നിധാനത്ത് തൊഴുത് മടങ്ങിയത്. അതായത് 90,000 എന്നതാണ് ദേവസ്വം ബോർഡിന്റെ സംഖ്യ. ആ സംഖ്യയിൽ നിന്ന് ഒരു 10,000 വരെ കൂടാമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. അങ്ങനെ 1,00,000 വരെ എന്ന് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ 85,000 പേരാണ് ഇതുവരെ ഒരു ശരാശരി ശബരിമലയിൽ വന്നു പോയത്. അന്ന് 8-ാം തീയതി വലിയ ആൾക്കൂട്ട തിരക്കുണ്ടായപ്പോൾ പോലും PRDയുടെ കണക്കനുസരിച്ച് ഇവിടെ എത്തിയത് 85,000 ഭക്തജനങ്ങളാണ്. പക്ഷേ ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ 1,18,000 എന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയവരുടെ എണ്ണവും. അത് 17,000-ന് മുകളിലാണ്. 20,000 വരെയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിട്ടുള്ളതെങ്കിലും 17,000 ഭക്തർ വരെ ഇന്നലെ സ്പോട്ട് ബുക്കിംഗിലൂടെ എത്തിയിരുന്നു. അവിടെയാണ് ഒരു ക്രമീകരണത്തിന് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുള്ളത്. അത് 5,000 പേരായി ഇന്നത്തെ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ നേരത്തെയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുകയും പിന്നീട് അവർ വളരെ നേരത്തെ എത്തുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാരണം അടുത്ത മാസമൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ഈ ദിവസങ്ങളിൽ വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോഴുള്ള വെർച്വൽ ക്യൂവിലുള്ള ആളുകൾ അവർ മുഴുവനായും ഓരോ ദിവസവും ബുക്ക് ചെയ്യുന്നവർ എത്തുന്നില്ല. പക്ഷേ ആ കുറവ് നികത്തപ്പെടുന്നത് മറ്റ് ദിവസങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ നേരത്തെ എത്തുന്നതോടുകൂടിയാണ്. അപ്പോൾ തന്നെ ഈ ഒന്ന് അധികരിക്കുന്നുണ്ട്. അതിനുശേഷം സ്പോട്ട് ബുക്കിംഗിലൂടെയുള്ള ഭക്തർ കൂടി എത്തുമ്പോൾ വലിയ തിരക്കിലേക്ക് ഇന്നും വലിയ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5,000 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നിജപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡിന്റെ കൂടുതൽ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിരക്കാ, നല്ല തിരക്ക്. ഞങ്ങള് പമ്പയിൽ ഇഞ്ഞ് കയറിയായിരുന്നു. 2:30 ഇല്ല, നിലയ്ക്കൊന്ന് പെട്ടെന്ന് കയറി വന്ന് ഈ പമ്പ വന്നിട്ട് ഇഞ്ഞ് കയറിയിട്ട് 2:30 മണിക്ക് നിന്നതാ ഇന്നലെ രാത്രി. 1:15 ഞങ്ങള് പമ്പ വന്നതാ. എന്നിട്ട് അവിടുന്ന് നടന്ന് കയറി 2:30. അതാ പറഞ്ഞ ഇപ്പോഴേ എത്തിയത്. ഒരുപാട് സമയം കാത്തു നിൽക്കേണ്ടി വന്നു. ഒത്തിരി സമയം നിന്നിട്ട് 2:30 മണിക്ക് കയറിയിട്ട് ഇപ്പൊ നേരെ ഇത്രയായില്ലേ. ആ തരത്തിൽ തന്നെയാണ് തീർത്ഥാടകർ ഈ തിരക്കിന്റെ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ, ആദ്യ ദിവസങ്ങളിലുള്ള അത്ര ബുദ്ധിമുട്ടില്ലാതെ തീർത്ഥാടകർക്ക് സന്നിധാനത്തെത്തി ദർശനം നടത്താൻ സാധിക്കുന്നുണ്ട്. ഭവ്യ, അതാണ് BV വിനോദാണ് ശബരിമലയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് സമയമായി. ചെറിയ ഇടവേള എടുത്ത് തിരിച്ചു വരാം. N. വാസു, മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇന്നലെ വാസുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി വിശദമായ വാദം കേൾക്കാൻ മാറ്റിവെക്കുകയായിരുന്നു. ദേവസ്വം മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. ഈ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. നാളെയും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത് മീൻപിടുത്തത്തിന് വിലക്കുമുണ്ട്. തമിഴ്നാട്ടിലും ശക്തമായ മഴയാണ്. 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. കോയമ്പത്തൂർ, തെങ്കാശി തുടങ്ങിയ ഇടങ്ങളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മീൻപിടുത്തത്തിന് വിലക്കുണ്ട്. കനത്ത മഴയിൽ കൃഷിനാശവും വ്യാപകമാണ്. ഇതുവരെ മഴക്കെടുതിയിൽ 4 പേരാണ് മരിച്ചത്. നടി ആക്രമിച്ച കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്തിമവാദം പൂർത്തിയാക്കിയ കേസിൽ പ്രോസിക്യൂഷൻ ആരോപണങ്ങളിലെ സംശയ നിവാരണം അവസാന ഘട്ടത്തിലാണ്. 2017 ഫെബ്രുവരിയിൽ 17-നാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. പൾസർ സുനിയാണ് കേസിലെ 1-ാം പ്രതി. നടൻ ദിലീപ് 8-ാം പ്രതി. 2018 മാർച്ചിലാണ് കേസിൽ വിചാരണ നടപടികൾ എറണാകുളം
പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. 7 വർഷത്തോളം വിചാരണ നീണ്ടു. നടി പലതവണ മേൽക്കോടതിയെ സമീപിച്ചതും പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ രാജി കാരണം വിചാരണ നീട്ടിവെക്കേണ്ടി വന്നിരുന്നു. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 1600 രേഖകളും കോടതി പരിശോധിച്ചിട്ടുണ്ട്. നടിക്കെതിരെ ആക്രമണം നടൻ ദിലീപ് നൽകിയ കൊട്ടേഷന്റെ ഭാഗമായിരുന്നു എന്നാണ് അന്വേഷണ സംഘം പിന്നീട് കണ്ടെത്തിയത്. ഇത് തെളിയിക്കുന്ന നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ടെന്ന് സൂചന. ഗർഭചിത്ര വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കും. ഗർഭധാരണത്തിനും പിന്നീട് ഗർഭചിത്രത്തിനും രാഹുൽ പ്രേരിപ്പിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റും ശബ്ദരേഖയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത അമർഷത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടിക്ക് പുറത്തായ രാഹുൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിനിറങ്ങുന്നതിൽ രമേശ് ചെന്നിത്തല അതൃപ്തി പരസ്യമാക്കി കഴിഞ്ഞു. രാഹുലിനെതിരെ ആദ്യം മുതൽ നിലപാടെടുത്ത വി.ഡി. സതീശൻ പുതിയ ശബ്ദരേഖയിൽ പ്രതികരിച്ചിട്ടില്ല. ഇനി നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സ്ഥാനാർത്ഥി ചിത്രമായി പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ വൈകിട്ട് അവസാനിച്ചപ്പോൾ 72,005 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 37,286 വനിതകളും 34,218 പുരുഷന്മാരും 2 ട്രാൻസ്ജെൻഡറുമാണ് ജനവിധി തേടുന്നത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ. 7,786 പേരാണ് മലപ്പുറത്ത് ജനവിധി തേടുന്നത്. കണ്ണൂർ ജില്ലയിലെ 14 വാർഡുകളിലും കാസർഗോഡ് ജില്ലയിലെ 1 വാർഡിലും LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചു. പല കാരണങ്ങൾ കൊണ്ടാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയരാവുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ പുത്തൂർ ഡിവിഷനിലെ ലീഗ് സ്ഥാനാർത്ഥി ശ്രദ്ധേയാവുന്നത് ബ്രസീലിയ എന്ന തന്റെ പേരുകൊണ്ടാണ്. ഇടതുകോട്ടയിൽ വെന്നിക്കൊടി പാറിക്കാമെന്നാണ് മുൻ കൗൺസിലറുടെ പ്രതീക്ഷ. ബ്രസീലിയ എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ട്, കേട്ടുനോക്കാം. കോഴിക്കോട് കോർപ്പറേഷനിലെ പുത്തൂർ ഡിവിഷൻ പിടിക്കാൻ ഇത്തവണ മുസ്ലിം ലീഗ് നിയോഗിച്ചിരിക്കുന്നത് അവരുടെ കരുത്തയായ സ്ഥാനാർത്ഥിയായ ബ്രസീലിയയാണ്. പേരിൽ തന്നെ ചില കൗതുകങ്ങളുണ്ട്. മുമ്പ് മുഹദാറിലെ സീറ്റിൽ നിന്നും 2015-20 കാലത്ത് ജയിച്ച് കൗൺസിലറായ 2010-15 കാലത്ത് കൗൺസിലറായ ആൾ കൂടിയാണ്. എന്തായാലും ഈ സീറ്റ് CPM കോട്ട എന്നറിയപ്പെടുന്ന സ്ഥലം, പക്ഷേ ആ കോട്ട പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് എത്തുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ഒരു കൗതുകമുള്ളത് പേരിലാണ്. എന്താണ്, ബ്രസീലുകാരിയാണോ, ബ്രസീലിന്റെ ഫാനാണോ? ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് മടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് നമ്മൾ സ്റ്റോറിയൊക്കെ മുമ്പ് ചെയ്തതാണല്ലോ. ആ 2010 കാലഘട്ടത്തിൽ തന്നെ ചെയ്തതാണ്. എന്നാലും നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം പറയുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ പേര് ബദരിയാന്നായിരുന്നു. അപ്പോൾ B വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. ഫാമിലിയൊക്കെ ആലോചിച്ച സമയത്ത് അങ്കിളാണ് ഷെരീഫ് എന്ന് പറഞ്ഞ എൻ്റെ അങ്കിളാണ് ഈ പേരിലോട്ട് വന്നത്. ബ്രസീലിന്റെ ക്യാപിറ്റൽ ബ്രസീലിയ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ആള് ബ്രസീലിന്റെ ആരാധന വല്ല ആയിരുന്നു? അന്നത്തെ കാലത്ത് മുമ്പ് കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ആയിരുന്നു. കോഴിക്കോട് മലപ്പുറംകാരൊക്കെ മിക്കവാറും ഫുട്ബോളിൽ ഭ്രാന്തന്മാരാണോ? അതെ, തീർച്ചയായിട്ടും. കാൽപന്ത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫേമസ് ആണല്ലോ. ഞാൻ അന്ന് മത്സരിക്കുമ്പോൾ അതിലേറെ ഫേമസ് ആവാൻ കാരണം നൈനാവളപ്പ് എന്ന് പറയുന്നത് അവിടെ ഒരു ഫുട്ബോൾ ജീവിതമാർഗമാക്കിയിട്ടുള്ള ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടായത്. ഈ പേരുള്ളതുകൊണ്ട് തന്നെ ടീമിനോടൊരു താല്പര്യം ഉണ്ടോ, അതോ ഈ ഫുട്ബോളിലൊന്നും താല്പര്യമില്ലാത്തതാണോ? ഉണ്ടായിരുന്നു. അതായത് ഓവർ ഈ ഒരു പേര് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാല് അങ്ങനെ ഫുട്ബോളൊക്കെ കാണാൻ തന്നെ തുടങ്ങിയത്. അങ്ങനെ ഓവർ ഞാൻ അങ്ങനെ ഒരു ഫാനല്ല ആയിരുന്നില്ല. പിന്നീട് അങ്ങനെ ആയി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ലല്ലോ, ഈ വേൾഡ് കപ്പ് കാലത്തും ഒക്കെ നിങ്ങളുടെ പേര് കേൾക്കാറുണ്ട്. ഇതുപോലെ ആളുകൾ തെരഞ്ഞു വരാറുണ്ട്. ബ്രസീലിന്റെ ആൾക്കാർ സ്റ്റോറി എന്തേലും വേണമല്ലോ, അതുകൊണ്ട് എന്റെ പിന്നാലെ വരാറുണ്ട്. അല്ല, അപ്പം ഈ കളിയില് ഈ അർജന്റീനക്കാർ വല്ലതും പറയാറുണ്ടോ? അർജന്റീനൻ ഫാൻസ് ഒക്കെ ഈ FB-യിലും വാട്സാപ്പിലും ഒക്കെ ആണല്ലോ ഇപ്പം പ്രചരണം ഇതൊക്കെ നടക്കുന്നത്. അർജന്റീനയുടെ വോട്ട് കിട്ടൂല, ബ്രസീൽക്കാർ ചെയ്യുള്ളൂ, അങ്ങനെയുള്ള കമന്റ്സ് എല്ലാം നിങ്ങൾക്ക് തന്നെ കാണാലോ. FB-യിലൊക്കെ ഒരുപാട് കമന്റ്സ് കാണുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത് രണ്ടുപേരും എനിക്ക് വോട്ട് ചെയ്യും. രണ്ടു കൂട്ടരും ചെയ്യും. രണ്ടും ഫുട്ബോൾ ആണല്ലോ അല്ലേ? അതെ. ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മള് ഒരാൾ തന്നെ വിജയിക്കണം എന്നില്ലല്ലോ. വിജയം 2 ഭാഗത്തും ഉണ്ടാവും, തോൽവിയും 2 ഭാഗത്തും ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാം, അത്രേ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലേക്ക് എത്തിയാൽ ഇതൊരു സിറ്റിംഗ് സീറ്റാണ് LDF-ന്റെ അല്ലേ? അവിടെ പിടിച്ചടക്കാമെന്നൊരു പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായിട്ടും കോർപ്പറേഷൻ തന്നെ മാറാൻ പോവാണ്. കോർപ്പറേഷൻ തന്നെ നമ്മൾ പിടിച്ചെടുക്കാൻ പോവാ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുത്തൂരും മാറും. ഈ മൂന്നാറിലെ കൗൺസിലർ ആയിരുന്നു നേരത്തെ, കഴിഞ്ഞ തവണ ആയില്ല. അപ്പം അവിടുത്തെ ഒരു പരിചയം, അന്ന് നടത്തിയ കാര്യങ്ങളൊക്കെ വലിയ തുണയാവുമെന്ന് കരുതുന്നുണ്ടോ? അത് എല്ലാവർക്കും അറിയാം ഇല്ലേ? തീർച്ചയായിട്ടും. നമ്മള് ഒരു കൗൺസിലർ ആയിട്ട് നിൽക്കുക എന്നുള്ളത് 5 വർഷത്തെ പരിചയം ഉണ്ടല്ലോ. ആ പരിചയം വലിയൊരു സംഭവം തന്നെയാണ്.
കാരണം നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും ആ പ്രദേശത്തെ വികസനം കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു എന്നുള്ളതും പിന്നെ നമ്മുടെ ഫണ്ടുകളൊക്കെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പറ്റി എന്നുള്ളതും ഒക്കെ നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ഈ വാർഡിനെ കുറച്ചും കൂടി വികസനം കൊണ്ടുവരാൻ പറ്റും, ഇതൊക്കെ നമ്മളുടെ പ്രതീക്ഷയാണ്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥിരമായി LDF ജയിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ഇത്തവണ എന്തുകൊണ്ടാണ് ഒരു മാറ്റം വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ മാറ്റം വരുത്തും? എങ്ങനെ മാറ്റം വരുത്തും എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് ഈ ഭരണം മാറണം, ഈ ചെങ്കോട്ട പൊളിക്കണം എന്നുള്ള ഇത്രയും പിന്നെ കെടുകാര്യസ്ഥതയും ഭരണത്തിന്റെ അപാകതകളും ഒരുപാട് എണ്ണി പറയാനായിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭരണം ഇവിടെ വേണ്ട, കോഴിക്കോട് കോർപ്പറേഷൻ മാറണം, ഇതാണ് ജനങ്ങളുടെ വികാരം. ഇതിനനുസരിച്ച് ബാക്കിയുള്ള ആളുകളും എന്തായാലും ആ രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ ആദ്യം കണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദ്യം കണ്ടത് VM വിനുവിന്റെ ഒപ്പം വളരെ സജീവമായി പ്രചരണ രംഗത്തുള്ള ആളായിരുന്നു. എങ്ങനെയാണ് ആ പ്രചരണത്തിന് പെട്ടെന്നൊരു സ്ഥാനാർത്ഥിയായി മാറിയത്? എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഞാൻ താമസിക്കുന്ന സ്ഥലം കല്ലായി എന്നുള്ള രീതിയിലും അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും നമുക്ക് എന്തായിട്ടുണ്ട്, പിന്നെ VM വിനുവിന്റെ കൂടെ നമുക്ക് പ്രചരണത്തിന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുശേഷമാണ് ഏറ്റവും അവസാനമാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വന്നിടുവേ. അപ്പൊ ആ രീതിയിൽ അവിടെ പിന്നെ നമ്മൾ പ്രചരണ രംഗത്ത് ഉണ്ടാവണല്ലോ. പക്ഷെ വിനുവിന് മാറേണ്ടി വന്നല്ലോ, അത് നിങ്ങൾക്ക് ഒരു വിഷമമായോ? ഈ അവിടെ ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നല്ലേ വിനു ഇറങ്ങിയപ്പോൾ? തീർച്ചയായിട്ടും അത് നല്ല വിഷമായിട്ടുണ്ട്. കാരണം അവിടെ ഭയങ്കര സ്വീകാര്യത ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വം ഇല്ലാണ്ടാവാന്ന് പറയുന്നത് വിഷമം തന്നെയാണ്. പിന്നെ അത് വിനുവേട്ടന് മാത്രമല്ലല്ലോ സംഭവിച്ചത്. കുഴപ്പമില്ല. പക്ഷേ ഇത്തവണ ലീഗിന് സാധാരണ ഈ വിമതശല്യമൊക്കെ ഇത്തിരി കുറവുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ ഒരു സിറ്റിംഗ് കൗൺസിലറൊക്കെ മറുകണ്ഠത്തേക്ക് ചാടിയിരിക്കുന്നു, റംലയൊക്കെ. എങ്ങനെ കാണുന്നു ഇങ്ങനത്തെ ചില പ്രവർത്തനങ്ങൾ കൂടെ ഈ ലീഗിനുള്ളിൽ ഇവിടെ നടക്കുന്നുണ്ടോ? അത് ലീഗിനുള്ളിൽ മാത്രം നടക്കുന്ന ഒരു സംവിധാനമല്ല. അതിലെന്താന്ന് വെച്ചാൽ അധികാരത്തിന്റെ വിഷയം ഇതിൽ വരുന്നുണ്ട്. നമ്മളൊരു അധികാരമോഹി ആവരുത്, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ 2010-15 കൗൺസിലറായി. അതിനുശേഷം 2015-20 ഞാൻ കൗൺസിലർ അല്ല. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, ഞാൻ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പ്രചാരണ രംഗത്ത് പല പ്ലാറ്റ്ഫോമിലും ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടും കൂടിയിട്ടില്ല ഇവിടെ നിന്ന് മാറണം എന്നുള്ളത്. പാർട്ടി തരുന്ന സീറ്റാണ്, പാർട്ടി അങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നാൽ അതിൽ മത്സരിക്കുക അല്ലേ, അതാണ്. അല്ലാതെ ഒരു പിന്നെ കൗൺസിലർഷിപ്പിലേക്ക് നമുക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് മറുകണ്ഠം ചാടുന്ന അതൊരു ശരിയായ രാഷ്ട്രീയക്കാരിക്ക് ചേർന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് താല്പര്യങ്ങൾക്കപ്പുറം അടിമുടി പാർട്ടിക്കാരെയാണോ? തീർച്ചയായിട്ടും. അതിനപ്പുറം ഒന്നുമില്ല. എങ്ങനെ? ഈ പാർട്ടിക്കപ്പുറം മറ്റൊന്നുമില്ല. പാർട്ടിയാണ് വലുത്. നമ്മളിപ്പോ കൗൺസിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് ജനങ്ങളാണ് വലുത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യും ആ രീതിയിൽ. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് നല്ല പാട്ടുകാരിയാണ്, പാട്ടൊക്കെ പാടുന്ന. അതില്ല, ആ പാട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായാലും എല്ലാവരും പാട്ടുകാരായി മാറുന്നതാണ്. അതുകൊണ്ട് വളരെ ഊർജിതമായി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിച്ച് ഇവിടുന്ന് ജയിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ കോട്ട പൊളിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബ്രസീലിയും ഇവിടുത്തെ UDF പ്രവർത്തകരുമുള്ളത്. മലപ്പുറം തിരൂരിലെ ബഷീറിനും റജീനയ്ക്കും ഈ തെരഞ്ഞെടുപ്പ് കുടുംബകാര്യം കൂടിയാണ്. മംഗലം പഞ്ചായത്തിലെ 4-2 വാർഡുകളിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി ജനവിധി തേടുകയാണ് ഈ ദമ്പതികൾ. ബഷീറിന് 15 വർഷം മുൻപത്തെ എതിരാളിയുടെ മകനെയാണ് ഇക്കുറി നേരിടാനുള്ളത്. രാവിലെ വീട്ടുപണികളൊക്കെ ഒതുക്കി റജീന ഇറങ്ങുമ്പോഴേക്കും ബഷീറും റെഡിയായിട്ടുണ്ടാകും. പിന്നെ ഇരുവരും പ്രവർത്തകർക്കൊപ്പം 2 വഴിക്ക് നീങ്ങും. മംഗലം പഞ്ചായത്തിലെ 4-ാം വാർഡ് സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ബഷീർ. ഭാര്യ റജീന 2-ാം വാർഡിലും. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളാണ് ഭാര്യയും ഭർത്താവും. കുടുംബകാര്യം പോലെ തന്നെയാണ് ഈ ദമ്പതികൾക്ക് തെരഞ്ഞെടുപ്പും. മംഗലത്തുകാർക്കും ഇതൊരു പുതിയ വിശേഷമോ വാർത്തയോ അല്ല. പഞ്ചായത്ത് രൂപം കൊണ്ട അന്നു മുതൽ ഈ ദമ്പതികൾ മത്സരരംഗത്ത് സുപരിചിതരാണ്. പുല്ലൂണി സൗത്ത് വാർഡിലെ ജനപ്രതിനിധിയാണ് നിലവിൽ ബഷീർ. വാർഡ് വിഭജനത്തോടെ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വന്ന കേന്ദ്രങ്ങളിലാണ് ബഷീറും റജീനയും ഇത്തവണ പോരിനിറങ്ങിയിട്ടുള്ളത്. പൊതുരംഗത്ത് സജീവമായി തുടരുന്നവർ എന്ന നിലയിൽ ഇരുവരും വാർഡുകളിൽ സുപരിചിതരുമാണ്. ഇറങ്ങിയ ഭാഗത്തൊക്കെ അൽഹംദുലില്ലാഹ് നല്ല പ്രതികരണമാണ്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്നെ അറിയാം. കുറേ കാലങ്ങളായിട്ട് ഞാൻ സാമൂഹ്യ പ്രവർത്തനത്തിലും മറ്റ് പാലിയേറ്റീവിലും പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒട്ടും പിന്നെ ബഷീറാക്കാൻ്റെ കെയർ ഓഫിലും ഒക്കെ ആയിട്ട് വന്ന കാലം തൊട്ടേ ഞാനൊരു പുറത്തിറങ്ങുന്ന ആളായത് കാരണം എന്നെ നന്നായിട്ടൊരു ഇതെല്ലാവർക്കും അറിയാം. ഞാൻ മത്സരിക്കുന്നത് വാർഡ് 4 മംഗലം ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്.
പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട്. ഞങ്ങളെ അറിയുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ വിജയിക്കുമെന്ന പ്രത്യാശ ഞങ്ങളിലുണ്ട്. 2000-ൽ വെട്ടം പഞ്ചായത്ത് വിഭജിച്ച് മംഗലം രൂപീകരിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇരുവരും മത്സരിച്ചിരുന്നു. പിന്നീട് 2010-ലും ഒന്നിച്ച് മത്സര രംഗത്തുണ്ടായിരുന്നു. ഇതിനിടയിൽ 2005-ലും 2015-ലും ബഷീർ മത്സരിച്ചു. 2005-ൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി. DIC ടിക്കറ്റിൽ മത്സരിച്ച ലീഗിലെ ആർ മുഹമ്മദ് മാസ്റ്ററെയാണ് അന്ന് തോൽപ്പിച്ചത്. 2010-ലും ബഷീറും റജീനയും ഒരുമിച്ച് മത്സരിച്ചിരുന്നെങ്കിലും അന്ന് ബഷീറിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അണ്ണശ്ശേരി വാർഡിൽ ജനവിധി തേടിയ മുഹമ്മദ് ബഷീറിന് ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന CM റസാഖ് ഹാജിയോട് തോൽവി പിണഞ്ഞു. അതേ തെരഞ്ഞെടുപ്പിൽ ലീഗിലെ സുഹറ ടീച്ചറെ പുന്നമന വാർഡിൽ തോൽപ്പിച്ച് റജീന പഞ്ചായത്ത് അംഗമായി. ഇന്ന് CM റസാഖ് ഹാജിയുടെ മകൻ CM മുഹമ്മദ് ഹനീഷാണ് ബഷീറിന്റെ എതിരാളി. ഹനീഷും ബഷീറും മുൻപ് 2015-ൽ ഏറ്റുമുട്ടിയപ്പോൾ ബഷീറിനായിരുന്നു വിജയം. കുടുംബ വോട്ടുകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കൂടി തുണയാകുമെന്നാണ് ഈ ദമ്പതികളുടെ പ്രതീക്ഷ. ജയിച്ചാൽ ഒരേ കൗൺസിലിൽ അംഗമാകുന്ന ഭാര്യയും ഭർത്താവും എന്ന ബഹുമതി ഇരുവരും സ്വന്തമാക്കും. ന്യൂസ് 18 തിരൂർ. പാലക്കാട് പട്ടാമ്പിയിൽ CPM സ്ഥാനാർത്ഥിക്ക് ഇരട്ട വോട്ടെന്ന് UDF. കള്ളങ്ങൾ ബോധിപ്പിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നും ആരോപണം. സംഭവത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പട്ടാമ്പിയിലെ UDF നേതൃത്വം. പാലക്കാട് പട്ടാമ്പി നഗരസഭയിലെ 25-ാം വാർഡിലെ CPM സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് G സിനിക്കെതിരെയാണ് UDF ആരോപണം ഉന്നയിക്കുന്നത്. മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥിക്ക് 2 ഇടങ്ങളിൽ വോട്ടുണ്ടെന്നാണ് പരാതി. സിനിക്ക് അവരുടെ ഭർതൃഗൃഹമായ വിളയൂർ പഞ്ചായത്തിലെ കൊഴിഞ്ഞിപ്പറമ്പ് വാർഡിലെ വോട്ടർ പട്ടികയിലും പട്ടാമ്പി നഗരസഭയിലെ 25 സിവിൽ സ്റ്റേഷൻ വാർഡിലുമായി ഇരട്ട വോട്ടുണ്ടെന്നാണ് UDFന്റെ ആരോപണം. അപ്പോൾ ഈ 2 വാർഡില് ഭർത്താവിന്റെ സ്ഥലമായ വിളയൂരിൽ വോട്ടുള്ള ആള്, അതിന്റെ അർത്ഥം വരുന്നത് അവർ വിളയൂരിൽ താമസമാണെന്നുള്ളതാണ്. അപ്പോൾ പട്ടാമ്പിയിലും അവർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഗുരുതരമായ ഒരു തെറ്റാണ്. അതിനെതിരെയാണ് UDF ഇനി റിട്ടേൺ ഓഫീസറോട് ഞങ്ങൾ പരാതി കൊടുത്തു. പരാതി റിട്ടേൺ ഓഫീസർ അത് അംഗീകരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകും. സൂക്ഷ്മ പരിശോധനയിൽ സിനിയുടെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് UDF പരാതി നൽകിയിരുന്നു. കളവായ കാര്യങ്ങൾ ബോധിപ്പിച്ചാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതെന്നും ആരോപണമുണ്ട്. പത്രിക സ്വീകരിച്ച ഭരണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് UDF നീക്കം. ന്യൂസ് 18 പാലക്കാട്. CCTV വഴിയും വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥികൾ വോട്ട് തേടി വീട്ടിലെത്തിയപ്പോൾ ആളില്ലെന്ന് കണ്ടതോടെയാണ് CCTV വഴിയുള്ള വോട്ട് അഭ്യർത്ഥന. പാലക്കാട് വണ്ണാർക്കാട് കോട്ടോപ്പാടത്താണ് കൗതുകകരമായ ഈ വോട്ട് അഭ്യർത്ഥന നടന്നത്. പിന്നെ അരിവാൾ നക്ഷത്രം ഇതിന് വേണ്ട അതെന്തായാലും കൊള്ളാം. നല്ല രസകരമായ വോട്ട് അഭ്യർത്ഥന, വെറൈറ്റിയാണ്. വീട്ടിൽ ആളില്ല, പക്ഷേ CCTVയിൽ കാര്യം പറഞ്ഞുപോയി. SIR-നെതിരെ കൊൽക്കത്തയിൽ BLOമാരുടെ പ്രതിഷേധം. ജോലി സമ്മർദ്ദം ചൂണ്ടിക്കാട്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന് മുൻപിലാണ് BLOമാർ പ്രതിഷേധിച്ചത്. ഇന്നലെ ഉച്ചയോടെ ആരംഭിച്ച പ്രതിഷേധം രാത്രി ഏറെ വൈകിയും തുടർന്നു. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം BLO ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു BLOമാർ തെരുവിലിറങ്ങിയത്. പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച BLOമാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധം ഇന്നും തുടരാനാണ് BLOമാരുടെ തീരുമാനം. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ദിവസങ്ങൾ, പ്രിയപ്പെട്ട സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനാണ്. ഇന്ന് 1ാം പിറന്നാൾ ആഘോഷിക്കുന്ന അതിഥി കുട്ടിക്ക് അച്ഛൻ രാഹുൽ, അമ്മ അക്ഷയ, ചേട്ടൻ ആദിദേതി വരെ എല്ലാവരും ആശംസകൾ അറിയിക്കുകയാണ്. ഒപ്പം അതിഥി മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ, വെരി ഹാപ്പി ബർത്ത്ഡേ വാവേ. 1ാം പിറന്നാൾ നമുക്ക് അടിച്ചു പൊളിക്കാം. ഹോക്കി ലോകകപ്പിന് സ്വാഗതമേകി തമിഴ് ഗാനം. ലോക പുരുഷ ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിന് ചെന്നൈയും മധുരയും ആതിഥേയത്വം വഹിക്കുകയാണ്. ലോകകപ്പ് മത്സരങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള തമിഴ് ഗാനത്തിന് വരികൾ എഴുതിയത് ഡോക്ടർ MC വസിഷ്ഠാണ്. വസിഷ്ഠിന്റെ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിനി സിലു ഫാത്തിമയാണ്. உலகக்கப்பு இது சென்னை, உலகக்கப்பு இது மதுரை, உலகக்கப்பு இது வெற்றி, உலக
അങ്ങനെ ഈ ഹോക്കി ലോകകപ്പിന്റെ സ്വാഗത ഗാനത്തോടു കൂടി നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്തായാലും ഇടവേളയ്ക്ക് ശേഷം ഇനി സ്പോർട്ട് ലൈവ് കാണാം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.